ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഫിഷ് മസാലയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നെയ്മീനാണ് എടുത്തിരിക്കുന്നത്. ഒരു 6 പീസോളം മീൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. അതിനുശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം മസാല ഒരുപാട് ചേർക്കുന്നില്ല, കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 15 മിനിറ്റോളം നമുക്കിന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് ഒരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഈ മീനിൻ്റെ പീസുകൾ ഓരോന്നും നമുക്ക് ഇട്ട് കൊടുക്കാം. 2 തവണയായിട്ടാണ് ഇട്ടിടുന്നത്. ഇപ്പോൾ 4 പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ടതിന് ശേഷം ഇത് ഒരുപാട് ഫ്രൈ ആകേണ്ട ആവശ്യമില്ല. ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം ബാക്കി 2 പീസും കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം ഇട്ടതൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിന് കോരി പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ളതും കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതും ഫ്രൈ ആക്കി നമ്മൾ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കി ഓയിലിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണോളം മുഴുവൻ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2 വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 4 പച്ചമുളക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കറിവേപ്പിലയാണ്. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം, കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. മസാലയൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2 ടൊമാറ്റോ നമ്മളൊന്ന് മിക്സിയുടെ ജാറിലിട്ട് നരച്ചെടുത്തിട്ടുണ്ടാകും. അത് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിന്ന് അടച്ച് വയ്ക്കാം. ഇതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നത് നമുക്കിന്ന് അടച്ച് വയ്ക്കാം. ഇടയ്ക്ക് നിന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് പുളിയാണ്. പുളി വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ കുറച്ച് പുളിയുടെ നീരൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതോടെ ചേർത്തതിന് ശേഷം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത മീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എടുത്തിട്ട് മസാലയൊക്കെ അതിൻ്റെ പുറത്തേക്ക് ഇട്ട് നന്നായിട്ട് കരിയാപ്പിലയും ഇട്ടതിന് ശേഷം നമ്മളൊന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ച് ഇട്ടതിന് ശേഷം ഒരു 2-3 മിനിറ്റ് കൊണ്ട് നമുക്കൊന്ന് അടച്ച് വയ്ക്കുക. അതിന് ശേഷം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാവുന്നതുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫിഷ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.